വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ വേൾഡ് ഓഫ് കാർബണിൻ്റെ കാര്യങ്ങളാണ്. ഒരു പാർട്ട് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. പിന്നെ എല്ലോട്രോപ്സ് എന്താന്ന് പറഞ്ഞു, രണ്ട് മെയിൻ എല്ലോട്രോപ്സിനെ നമ്മൾ പറഞ്ഞു. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? കാർബണിന്റെ എല്ലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ദ സെയിം എലിമെന്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം വിത്ത് ഓൾമോസ്റ്റ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓൺലി ഡിഫറൻസ് ഇൻ വിൽ ബി ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. Allotropes of carbon can be broadly classified into crystalline and amorphous. ക്രിസ്റ്റലൈനിൽ തന്നെ ഗ്രാഫൈറ്റ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഗ്രാഫീൻ ഉണ്ട്, ഫുള്ളറീൻ ഉണ്ട്. അതിൽ ഗ്രാഫൈറ്റും ഡയമണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. നൗ വി ഹാവ് ടു ടെൽ അബൌട്ട് ഫുള്ളറീൻ ആൻഡ് ഗ്രാഫീൻ. അപ്പോൾ ഫുള്ളറീൻ എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ ഷോർട്ട് ആക്കിയിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 മാർക്ക് 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഫുള്ളറീൻ ഒരു വലിയ ഏരിയ തന്നെയാണ്, പറയാൻ മാത്രമുണ്ട്. അപ്പോൾ എന്താണ് ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എൻ എല്ലോട്രോപ്പ് ഓഫ് കാർബൺ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എൻ എല്ലോട്രോപ്പ് ഓഫ് കാർബൺ. ഇനി അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഗ്രാഫൈറ്റോ ഡയമണ്ട് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഹാവിങ് എ ഹോളോ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചർ, ഒരു കേജ് പോലത്തെ സ്ട്രക്ചറാണ് അതിനുള്ളത്. അതിൽ കാർബൺ വിൽ ബി ഫോമിങ് പെൻറ്റഗണൽ ആൻഡ് ഹെക്സഗണൽ ഷേപ്പ്. കാർബൺ ലിങ്ക് ചെയ്തിട്ട് യു ക്യാൻ സീ ഇൻ ദ പിക്ചർ ഹെക്സഗണൽ ഷേപ്പിലും പെൻറ്റഗണൽ ഷേപ്പിലൊക്കെയുള്ള കാർബണിൻ്റെ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കേജ് പോലെയാണ് ആരുള്ളത്? ഈ ഫുള്ളറീൻ എന്ന് പറഞ്ഞ ആളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു നിങ്ങൾ കാണുമ്പോൾ ഒരു ബോൾ ഷേപ്പ് ഒക്കെ തോന്നും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബക്കി ബോൾ. ഇതിനെന്ത് പറയും? ബക്കി ബോൾ. അപ്പോൾ ഒരു 1 word 2 word വിച്ച് എല്ലോട്രോപ്പ് ഓഫ് കാർബൺ ഇസ് നോൺ ആസ് ദ ബക്കി ബോൾ ഓർ ഡാഷ് ഇസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരണം ഇറ്റ് ഇസ് ഫുള്ളറീൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ കാർബണിൻ്റെ സ്ട്രക്ചർ ഇൻ ദിസ് ഫുള്ളറീൻ വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. അതിൻ്റെ കാർബൺ നാനോ ട്യൂബ്സ് അല്ലെങ്കിൽ ബക്കി ട്യൂബ്സ് എന്നും പറയാറുണ്ട്. ബോൾ പോലെയാണെങ്കിൽ ബക്കി ബോൾസ് എന്നും പറയും. ട്യൂബ് പോലെയാണ്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണെങ്കിൽ അതിനെ ബക്കി ട്യൂബ്സ് എന്നും പറയുന്നുണ്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എല്ലോട്രോപ്പാണ് കാർബണിൻ്റെ എന്നൊക്കെ പറയാം. ഡെപ്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. കാര്യം മനസ്സിലായല്ലോ? അത്യാവശ്യത്തിലുള്ള പോയിന്റ്. ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഒരു എല്ലോട്രോപ്പാണ്. അതിൻ്റെ ഒരു ഹോളോ ലൈക്ക് അല്ലെങ്കിൽ ഒരു കേജ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ കേജിൽ എന്തൊക്കെ ഉണ്ടാവും? പെൻറ്റഗണൽ ഷേപ്പിലും ഹെക്സഗണൽ ഷേപ്പിലും കാർബൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ബക്കി ബോൾസ് എന്ന്. ഇഫ് ദ സ്ട്രക്ചർ ഓഫ് ദി കാർബൺ ഇൻ ദിസ് ഫുള്ളറീൻ ഇസ് ഇൻ എ സിലിണ്ടറിക്കൽ ഷേപ്പ്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ബക്കി സിലിണ്ടേഴ്സ് ബക്കി ട്യൂബ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം മതി ഫുള്ളറീൻ. അടുത്ത് പറയാനുള്ളത് ഗ്രാഫീൻ ആണ്. ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയർ ലൈക്ക് സ്ട്രക്ചർ. യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫീൻ. ഇറ്റ് ഇസ് ഹാവിങ് എ ലെയർ ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ്സ് എ 2 dimension 3 dimension. ഇത്രയും കണ്ട് നമ്മൾ 3 dimensionലായിരുന്നു എല്ലാ ഡയറക്ഷനിലേക്കുള്ള. ഇതൊരു 2 dimensional സ്ട്രക്ചർ ഇൻ വിച്ച് ലെയേഴ്സ് ഓഫ് ഹെക്സഗൺസ് വി ക്യാൻ സീ. ലെയേഴ്സ് ഓഫ് ഹെക്സഗൺസ് ആണ് കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് യൂണിറ്റ് ആണ്. നമ്മുടെ ഇപ്പം ഗ്രാഫൈറ്റിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു ബേസിക് യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നിട്ട് 200 times മോർ സ്ട്രോങ് ദാൻ സ്റ്റീൽ. സ്റ്റീലിനെക്കാളും 200 times സ്ട്രോങ് ആണ് ആര്? ഈ ഗ്രാഫീൻ എന്ന് പറഞ്ഞ ആൾ. ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്ന നല്ലൊരു കണ്ടക്ടറാണ് ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നല്ല നമ്മുടെ റിസർച്ച് ഫീൽഡിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഹുവാവി ഫോൺ അങ്ങനെ പ്രൊനൗൺസിയേഷൻ ഹുവാവി എന്നൊക്കെയാണ്. ഹുവാവി ഫോണിലൊക്കെ അതിലെ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോയിൽസ് ഒക്കെ ആയിട്ട്, അതായത് തെർമൽ ഫോയിൽസ് ഒക്കെ ആയിട്ട് ഈ ഗ്രാഫീന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സിൽ അതിൻ്റെ ഉള്ളിലുള്ള ഡിവൈസസിലൊക്കെ ഈ ഒരു ഗ്രാഫീനെ യൂസ് ചെയ്യാറുണ്ട്. സോ ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ വിചാരിക്കും പഠിക്കുന്ന കാര്യമൊക്കെ വെറുതെ അല്ല, അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാർബണിൻ്റെ പല എല്ലോട്രോപ്സിനും. കാര്യം മനസ്സിലായി? ഇതൊന്നും അത്ര കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല. എന്താന്ന് ചോദിച്ചാൽ ഗ്രാഫീൻ കണ്ടാൽ എന്താന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് എൻ എല്ലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. കാർബണിൻ്റെ ഒരു എല്ലോട്രോപ്പാണ്. ഇറ്റ് ഇസ് ഹാവിങ് എ 2 dimensional crystal lattice. ഒരു 2 dimensional crystal lattice ആണ്. ഹെക്സഗണൽ റിങ്സ് ആണ്. ഇറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ അതിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലോട്രോപ്സിലെ മെയിൻ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ എല്ലോട്രോപ്സ് കഴിഞ്ഞു. പിന്നുള്ളത് എമോർഫസ് ആണ്. എമോർഫസ് തന്നെ നമ്മൾ പറഞ്ഞു വേർഡ്. ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്റ്റൽ ഷേപ്പ് ഉണ്ടാവും. ക്രിസ്റ്റൽ ഷേപ്പിൽ ഒരു റിജിഡ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. എമോർഫസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത എല്ലോട്രോപ്സ് ആണ്. എല്ലാം നമുക്ക് പറയാം. കോൾ
കൽക്കരി അല്ലേ, പിന്നെ ചാർക്കോൾ, ലാംപ് ബ്ലാക്ക് വിളക്കിൻ്റെ കരി, ബോൺ ചാർക്കോൾ, വുഡ് ചാർക്കോൾ, അങ്ങനെ വരുന്ന എല്ലാവരും ഏതിലാണ് വരുന്നത്? എമോർഫസ് എലോട്രോപ്സ് ഓഫ് കാർബൺ ആണ്. ഇതിലൊക്കെ കാർബൺ കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? കാർബണിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബൺ ആണ്. സോ എമോർഫസ് എലോട്രോപ്സ് ഓഫ് കാർബൺ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ലാംപ് ബ്ലാക്ക്, വുഡൻ ബ്ലാക്ക്, പിന്നെ വുഡൻ ബ്ലാക്കിൽ വുഡൻ ചാർക്കോൾ, ദെൻ ബോൺ ചാർക്കോൾ, കോള്, കോക്ക്, പിന്നെ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? എമോർഫസ്. നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ കാർബണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം കോമ്പൗണ്ട്സിലേക്ക് പോവുകയാണ്. നന്നായി ശ്രദ്ധിക്കണം. ഇതിനൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. നമ്മൾ എന്നും കേൾക്കുന്നതെന്നല്ല, നമ്മളിതായിപ്പോൾ ഈ പറയുമ്പോൾ പോലും നമ്മളിങ്ങനെ പുറത്തേക്ക് വിടുന്ന ഒരാളാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്താണ് ചെറുപ്പം മുതൽ കേൾക്കുന്നത് അല്ലേ. നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ വി ടേക്ക് ഓക്സിജൻ ഇൻ ആൻഡ് വി റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം നല്ലോണം എബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർബണിൻ്റെ തന്നെ ഒരു കോമ്പൗണ്ടാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് നമുക്കറിയാം ഏത് സബ്സ്റ്റൻസ്, ഞാൻ പറഞ്ഞു ഏത് മെറ്റീരിയലിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്. അപ്പം ഏത് സബ്സ്റ്റൻസ്, അതായത് ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുത്തു, വുഡ് എടുത്തു, പേപ്പർ എടുത്തു, എന്ത് കത്തിച്ചാലും നമുക്കൊരു ടൈപ്പ് ഓഫ് ഗ്യാസ് പുറത്തേക്ക് വരും അല്ലേ, കത്തിക്കരിഞ്ഞിട്ട് പുറത്തേക്ക്. അതാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമ്മളിപ്പോൾ എന്ത് ഫ്യൂവൽ കത്തിച്ചാലും പുറത്തേക്ക് വരുന്ന ഗ്യാസിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വലിയൊരാൾ തന്നെയാണ്. അപ്പം അവരെക്കുറിച്ച് നന്നായി പഠിക്കണം. ഫസ്റ്റ് അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ദ പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പം നമ്മൾ ഓരോന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പം പ്രിപ്പറേഷൻസ് കൺഫ്യൂസ്ഡ് ആയി പോവരുത്. നമ്മൾ ഹൈഡ്രജൻ എടുത്തപ്പോഴും നൈട്രജൻ എടുത്തപ്പോഴും ഒക്കെ അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പം ഈ എളുപ്പത്തിന് വേണമെങ്കിൽ നോട്ടിൻ്റെ ബാക്കിൽ ഒരു പ്രിപ്പറേഷൻ ഹെഡിങ് എഴുതുക, എലിമെൻറ്റ് നമ്മുടെ കോമ്പൗണ്ട് എഴുതുക, ജസ്റ്റ് അതിൻ്റെ എലിമെൻറ്റ്സിന് എഴുതുക, ഇപ്പുറത്ത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക. നമുക്ക് എക്സാമിന് പോകുമ്പോൾ എളുപ്പമാവും. ഇല്ലെങ്കിൽ എല്ലാം ടെക്സ്റ്റിന് പേജ് മറിച്ച് നോക്കാൻ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒരു കോളം ഉണ്ടാക്കിയാൽ മതി നോട്ടിൻ്റെ ബാക്കിൽ തന്നെ. എലിമെൻറ്റ്സ് ഏതാണ് എലിമെൻറ്റ്, അതിൻ്റെ പ്രിപ്പറേഷൻ്റെ മെത്തേഡൊന്നും എഴുതണ്ട, പഠിച്ച ആൾക്കാർക്ക് അറിയാലോ. ജസ്റ്റ് ഏതൊക്കെയാണ് അതിലെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ്, വേണമെങ്കിൽ ആ ബാലൻസ് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആ എക്സാമിന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതൊന്ന് മറിച്ചാൽ എല്ലാ പ്രിപ്പറേഷൻസും ഓർമ്മയുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ലബോറട്ടറിയിൽ? യു ക്യാൻ സീ എ ഡയഗ്രാം. ഇവിടെ ഒരു ഡയഗ്രാം കാണാം. അതിലെന്താ കാണുന്നത്? ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, അതിൻ്റെ താഴെ കാൽഷ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർബിൾ പീസസ് ഒക്കെ അല്ലേ, അതൊക്കെ എന്താണ്? ഈ കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പം നമ്മൾ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ പീസസ് ആർ പുട്ട് ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. അതിലേക്ക് നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് HCl ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൈല്യൂട്ട് HCl. എന്നിട്ട് നമ്മളൊരു കത്തുന്ന ഗ്ലോയിങ് സ്പ്ലിൻറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാബിലൊക്കെ? ഒരു ചെറിയ മെറ്റൽ അതിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ കത്തിക്കാൻ പറ്റുന്നത് ലാബിൽ ഉണ്ടാകും. അപ്പോൾ ഒരു ഗ്ലോയിങ് സ്പ്ലിൻറ്റർ, കത്തുന്ന ഒരു സ്പ്ലിൻറ്റർ അതിൻ്റെ മൗത്തിലേക്ക് വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഗ്യാസ് വന്നിട്ട് എന്ത് ചെയ്യും? ആ ഗ്ലോയിങ് സ്പ്ലിൻറ്റർ അങ്ങോട്ട് കെട്ടുപോകും, കത്തുന്നതിന് കെട്ടുപോകും. ദ ഫയർ ഗെറ്റ് എക്സ്റ്റിങ്ക്വിഷ്ഡ്. അപ്പോൾ എന്ത് മനസ്സിലായി? അവിടെ ഏതോ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഗ്യാസിനെ വേറെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നെ ഉറപ്പിക്കാൻ വേറൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഈ വരുന്ന ഗ്യാസിലേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കുക. എന്നിട്ട് അപ്പം തന്നെ അതിൻ്റെ മൗത്ത് ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് സ്ലൈറ്റായിട്ട് ലൈം വാട്ടർ, നമ്മുടെ ചുണ്ണാമ്പ് വെള്ളം, ലൈം വാട്ടർ കുറച്ചൊന്ന് ഒഴിച്ചു നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ലൈം വാട്ടർ ടേൺസ് മിൽക്കി, ഒരു പാലിൻ്റെ കളറ് പോലെ ഈ ലൈം വാട്ടർ ചേഞ്ച് ചെയ്യും. Then that gas is called as carbon dioxide. Carbon dioxide can change the lime water to milky. ലൈം വാട്ടറിനെ മിൽക്കി ആക്കാനുള്ള, അതായത് പാല് പോലെ ആക്കാനുള്ളൊരു പ്രോപ്പർട്ടി ആർക്കുണ്ട്? ഈ കാർബൺ ഡൈ ഓക്സൈഡ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചുണ്ണാമ്പ് വെള്ളം. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞത്? ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്? ആ സെറ്റപ്പ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉണ്ട്, അതിനൊരു സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ താഴെ നിന്ന് നമ്മൾ എന്ത് കാണുന്നുണ്ട്?
ഗ്യാസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാൽഷ്യം കാർബണേറ്റിലേക്ക് ഇത്തിരി ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലോയിങ് സ്പ്ലിൻഡർ കൊണ്ടുവരും. അതായത് കത്തുന്ന ഒരു സ്പ്ലിൻഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കത്തുന്ന സ്പ്ലിൻഡർ അങ്ങോട്ട് കെട്ടുപോകും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വിൽ ഡു, വി വിൽ പാസ് ദിസ് ഗ്യാസ് ത്രൂ ലൈം വാട്ടർ. ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യാന്നല്ലേ? ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യണം. നമ്മളൊരു ഗ്യാസ്, ഒരു ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് അതിനിങ്ങനെ കമിഴ്ത്തി വെക്കും. എന്നിട്ട് അതിൽ ഗ്യാസ് ഇങ്ങനെ ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് അതിലേക്ക് ലൈം വാട്ടർ പാസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്ത്, ദിസ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി എന്നുള്ളത്. അപ്പം ഇത് എന്തിനുള്ളതാണ്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് മനസ്സിലാവും. സോ ഇറ്റ് ഇസ് എ പ്രൊഡക്ഷൻ, ദിസ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഇനി എന്ത് പഠിക്കണം, അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പഠിക്കണം. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ, ദാറ്റ് ഇസ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാൽഷ്യം കാർബണേറ്റും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും പോയി, വാട്ടറും പോയി. അപ്പോൾ ഈ CAയും CLും പോകണം കാൽഷ്യം ക്ലോറൈഡായിട്ട്. വാലൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വീണ്ടും പറയാൻ അറിയാത്തവർ, ഞാൻ വാലൻസി എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസിങ്ങിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ബാലൻസിങ് ഈ വീഡിയോസിൽ പറയാത്തത്. ഇത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം. കാൽഷ്യം 1 കാൽഷ്യം, ഇവിടെ 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഇവിടെ 2 ക്ലോറിൻ. ഇനി ഒന്ന് നോക്കി വെക്കുക, ഒരു കാൽഷ്യം 1 കാർബൺ 1 കാർബൺ 3 ഓക്സിജൻ 1 2 2 + 1 3 ഓക്സിജൻ 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ. അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആണ്, സിമ്പിളാണ് ഈ ബാലൻസ്. അപ്പം ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് അല്ലേ? എന്ത് പറയാൻ പറ്റും? ഇതൊരു കളർലെസ് ഗ്യാസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? കളർലെസ് ഗ്യാസ്. ഇറ്റ് ക്യാൻ എക്സ്റ്റിങ്ക്വിഷ് ഫയർ. ഫയറിനെ കെടുത്താൻ പറ്റും. ആർക്ക്? കാർബൺ ഡൈ ഓക്സൈഡിന്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി സ്മെൽ. കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ പ്രത്യേക സ്മെല്ലൊന്നുമില്ല. നമ്മളിതാ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു സ്മെല്ലും ഫീൽ ചെയ്യുന്നത്. അതിന് കളർ ഉണ്ടോ? ഒരു കളറില്ല. എനിക്കിപ്പോൾ പറയാൻ പറ്റുമോ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് ഇതാ ഇവിടെയാണ്? നോ, വി കാൻ സീ ഇറ്റ്സ് കളർ. സോ ഇറ്റ് ഇസ് കളർലെസ്, ഇറ്റ് ഇസ് ഓർഡർലെസ് ആൻഡ് ഇറ്റ് ക്യാൻ എക്സ്റ്റിങ്ക്വിഷ് ഫയർ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്? കാർബൺ ഡൈ. ഡെൻസിറ്റി ഈസ് ഹയർ ദാൻ എയർ. എയറിനെക്കാട്ടും ഡെൻസിറ്റി കൂടുതലാണ്. ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ബേണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ഗ്ലോയിങ് സ്പ്ലിൻഡർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ അതിൻ്റെ അർത്ഥം? അത് ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രിപ്പറേഷനിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും പറയാനുള്ളത്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അത് കെമിക്കൽ പ്രോപ്പർട്ടി, ഇതിൽ ടെക്സ്റ്റിൽ അങ്ങനെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടൊന്നും തന്നിട്ടില്ല. നമുക്കറിയാം കാർബണേറ്റഡ് ഡ്രിങ്ക്സിലെ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ സോഡ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമില്ലേ, അതായത് പെപ്സി, കൊക്കോകോള, ഇതിലൊക്കെ എന്താ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനെ നല്ല ഹൈ പ്രഷറിൽ ആ ഇതിലേക്കാണ്, ആ ലിക്വിഡിലേക്ക് അടിച്ച് കയറ്റാണ്. അതുകൊണ്ടാണ് അത് തുറക്കുമ്പോൾ പിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ ചാടുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഗ്യാസിന്, അതായത് ആ ഒരു ഗ്യാസിനെ അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുന്നതാണ് അല്ലേ, ലിക്വിഡിലേക്ക്. സോ എന്താണ് ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റുക? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ, വാട്ട് ഇറ്റ് പ്രൊഡ്യൂസ്ഡ്? കാർബൺ ഡൈ ഓക്സൈഡ് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ, വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കുമല്ലോ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് പെപ്സി, കൊക്കോകോല, അങ്ങനത്തെ നല്ല ഫിസ്സി ആയിട്ടുള്ള ഡ്രിങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ അതിലേക്ക് നമ്മൾ അടിച്ച് കയറ്റണം ആ വെള്ളത്തിൽ, ലിക്വിഡിലേക്ക്. അപ്പോൾ അവിടെ എന്തുണ്ടാവും വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസ് കാർബോണിക് ആസിഡ്. ഇതിൻ്റെ പേരാണ് എന്ത്? കാർബോണിക് ആസിഡ്. H2CO3. എളുപ്പമാണ് ഇത് എഴുതാൻ. H2C 2 + 1 3 H2CO3. ഇതിനാണ് എന്ത് പറയുക? കാർബോണിക് ആസിഡ്. അപ്പം ആ ലിക്വിഡ് എസിഡിക് ആണോ? അതായത് എക്വസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എക്വസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലുള്ള കാർബൺ. എക്വസ് എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലെ? എക്വസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എസിഡിക് ആണോ ബേസിക് ആണോ? എസിഡിക് ആണ്. എന്തുകൊണ്ടാണ്? എക്വസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ്ഡ് ഇൻ വാട്ടർ. അപ്പൊ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബോണിക് ആസിഡ്. സോ എക്വസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ്
acidic in nature. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ട്. Aqueous solution of carbon dioxide is acidic or basic. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാം aqueous solution of carbon dioxide എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്യുന്നതാണ്. വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കാർബോണിക് ആസിഡ് എന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരാം ഈ ഫിസി ഡ്രിങ്ക്സ്, അതായത് പെപ്സി, കൊക്കോകോള, അവരൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. അതിൽ കാർബൺ ഡയോക്സൈഡ് ഹൈ പ്രഷറിൽ ചെയ്തിട്ടാണ് അതിൽ ആസിഡ്. നമുക്കത് കുടിക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ്, ഒരു ആസിഡ്, ഒരു 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 ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പം അതെന്താണ്, ഒരു അസിഡിക് സൊല്യൂഷനാണ്. അപ്പോൾ അതാണ് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. കൂടുതൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. ഇനി അവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് 2 സോൾട്ട് തന്നു. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ പറയണേ, ഒന്നിൽ കാൽഷ്യം കാർബണേറ്റും ഒന്നിൽ കാൽഷ്യം ക്ലോറൈഡും ഉണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടില്ല 2 ടെസ്റ്റ് ട്യൂബിൽ 2 എണ്ണം തന്നു. എന്നിട്ട് പറഞ്ഞു ഇതിൽ 2 എണ്ണത്തിൽ ഒന്നിൽ കാർബണേറ്റ് കണ്ടന്റ് ഉണ്ട്. ഹൗ യു ക്യാൻ ഐഡന്റിഫൈ? യു ആർ ഗിവൻ 2 salts out of which one is carbonated, അതായത് കാർബണേറ്റ് അല്ല, CaCO3 കാർബണേറ്റഡ്. ഒന്നിൽ കാർബണേറ്റഡ് കണ്ടന്റ് ഉണ്ട്, ഒന്നിലില്ല. ഹൗ യു ക്യാൻ ഐഡന്റിഫൈ? ഒന്നും ചെയ്യാനില്ല. 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ഡയല്യൂട്ട് HCl ഒഴിക്കുക. ഡയല്യൂട്ട് HCl ഒഴിച്ചിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്യാസിനെ ടെസ്റ്റ് ട്യൂബിൽ ലൈം വാട്ടർ പാസ് ചെയ്ത് നോക്കുക. ഇഫ് ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി, ദെൻ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇസ് carbon dioxide. So how you can test carbonates എന്ന് പറഞ്ഞാൽ CO3 കാർബണേറ്റ്സ് ഉള്ള കോമ്പൗണ്ട്സിനെ എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? To the sample add little dilute HCl and the gas so produced is passed through lime water. If the lime water turns milky, then the gas produced will be carbon dioxide. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് നമ്മൾ മെറ്റൽസിൽ അല്ലേ, മെറ്റലിൽ എന്ത് വരും, ആസിഡ് ഒഴിച്ചാൽ നമുക്കറിയാം ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണോ അല്ലെ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? നമ്മൾ ഈ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്താൽ മതി. ഹൈഡ്രജൻ ഗ്യാസ് ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്ത് ഒരിക്കലും എന്താവില്ല, മിൽക്കി ഒന്നും ആവില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ബട്ട് വെൻ കാർബൺ ഡയോക്സൈഡ് ഇസ് പാസ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി. കാരണം കാൽഷ്യം കാർബണേറ്റ് എന്ന് ഡയലൂട്ട് HCl ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കാൽഷ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് പറ്റും? ലൈം വാട്ടറിനെ മിൽക്കിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങളോട് പറഞ്ഞത് ടെൽ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബണിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് അറിയുന്ന 1-2 കോമ്പൗണ്ട്സ് പറയും, അതിൻ്റെ യൂസസും പറയാൻ പറഞ്ഞു. അതിൽ നമുക്ക് തന്നെ പറയാൻ പറ്റും ഒരു കാർബണിൻ്റെ കോമ്പൗണ്ടാണ് കാർബണേറ്റ്സ്. അറിയുന്ന കാർബണിൻ്റെ കോമ്പൗണ്ടിലെ കാർബണേറ്റ്സ് ആയിട്ട് വെച്ചു. കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോർമുലയാണ് CaCO3. കാൽഷ്യം കാർബണേറ്റ് നിങ്ങൾക്ക് ചിലപ്പം കാൽഷ്യം സപ്ലിമെൻ്റ് ആയിട്ട്, അതായത് ഡോക്ടേഴ്സ് കാൽഷ്യം സപ്ലിമെൻ്റ്, കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ചിലപ്പം കാൽഷ്യത്തിൻ്റെ ഒരു സപ്ലിമെൻറ്റ് സൊല്യൂഷൻ, ഒരു സിറപ്പൊക്കെ തരും. അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര % ഓഫ് കാൽഷ്യം കാർബണേറ്റ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാൽഷ്യം സപ്ലിമെൻ്റ്. അതായത് നമ്മൾ ആവശ്യത്തിന് കാൽഷ്യം നമ്മളെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിറപ്പൊക്കെ ആയിട്ട് തരും. അങ്ങനെ തരുന്നതിൽ യു ക്യാൻ സി കാൽഷ്യം കാർബണേറ്റ്. ഒന്ന് അതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റിലൊക്കെ, ചില ടൂത്ത് പേസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സി കാൽഷ്യം കാർബണേറ്റ്. സോ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്. പിന്നെ എൻറ്റാസിഡ് ആയിട്ട്, അതായത് ഗ്യാസ് ഒക്കെ സ്റ്റൊമക്കിൽ ഗ്യാസും അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് എൻറ്റാസിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഗ്യാസിനൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. എൻറ്റാസിഡ് എന്നാ പറയാം. അതിൻ്റെ ബാക്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം കാൽഷ്യം കാർബണേറ്റ് എന്നുള്ള കാണാൻ പറ്റും. അപ്പോൾ ഈ വയറ്റിൽ എന്താ ഉണ്ടാക്കുന്നത്? ഗ്യാസാണ്. ഒരു ആസിഡ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് ഈ നമ്മൾ കുടിക്കുമ്പം, കാൽഷ്യം കാർബണേറ്റ് കുടിക്കല്ല, ആ ഒരു ലിക്വിഡൊക്കെ കുടിക്കുമ്പോൾ ഇത് വയറ്റിലുള്ള ആസിഡുമായിട്ട് ഒന്ന് ചെറിയ റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പുറത്തേക്ക് പോയിക്കോളും. അതൊക്കെയാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. നമുക്കതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ. സോ എൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ കാൽഷ്യം സപ്ലിമെൻറ്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്, ടൂത്ത് പേസ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത ഒരു കാർബണേറ്റ് കോമ്പൗണ്ടാണ് സോഡിയം കാർബണേറ്റ്. ഫോർമുല പഠിച്ച് വെച്ചിരിക്കണേ Na2CO3. ഇതിനെ പറയും സോഡ ആഷ് എന്നും പറയാറുണ്ട്. ഈ സോഡിയം കാർബണേറ്റിന് പറയുന്ന വേറൊരു പേരാണ് സോഡ ആഷ് എന്ന്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്, പേപ്പർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഗ്ലാസ് മേക്കിങ്ങിൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറേ ഉണ്ട്. നമുക്കൊരു 2-3 പോയിന്റ്സ്. അപ്പം മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്, സോപ്സ്, ഡിറ്റർജൻസ്,
പേപ്പർ, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ പേപ്പർ ഫാക്ടറി, പിന്നെ പെസ്റ്റിസൈഡ്സിൽ, ഫെർട്ടിലൈസേഴ്സിലൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ സോഡിയം കാർബണേറ്റിന് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യം മതി നമുക്ക് അറിയുന്ന 1-2 കാർബണേറ്റ്സ്. റൈറ്റ് എനി 2 കാർബണേറ്റ്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് 2 യൂസസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് കാര്യം മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, കാരണം സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി നമ്മൾ പേപ്പറിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സോഷ്യൽ റിലവൻസിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റിയത് നല്ല മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വെറൈറ്റി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് അല്ലേ. നമ്മുടെ ഈ ഒരു ഇവിടെ വെറൈറ്റി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ട് ആൻഡ് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ നിങ്ങളായിരിക്കും കാർബൺ ഡയോക്സൈഡ് ഇമ്പോർട്ടൻ്റ് ആണോ നമുക്ക്? യെസ്, കാർബൺ ഡയോക്സൈഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് കാർബൺ ഡയോക്സൈഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർബൺ സൈക്കിൾ. കാർബൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ വേ ഓഫ് ബാലൻസിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ നാച്ചുറൽ വേ ഓഫ് ബാലൻസിങ് ദ കാർബൺ ലെവൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ. കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവല് അറ്റ്മോസ്ഫിയറിൽ ബാലൻസ് ചെയ്യുന്ന നേച്ചറിൻ്റെ തന്നെ ഒരു ടെക്നിക്കാണ്. നമ്മളൊന്നുമല്ല, ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ല, അത് നേച്ചറിന് തന്നെ ഒരു ടെക്നിക്കുണ്ട് കാർബൺ സൈക്കിൾ. അതായത് ഇറ്റ്സ് എ നാച്ചുറൽ വേ ഓഫ് ബാലൻസിങ് ദി കാർബൺ ഡയോക്സൈഡ് ലെവൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ ദ നേച്ചർ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. കാർബൺ സൈക്കിൾ ഡിസ്ക്രൈബ്സ് ഹൗ ദ കാർബൺ ആറ്റംസ് travel from the atmosphere to the earth and then back to the atmosphere. Carbon cycle എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കാർബൺ സൈക്കിൾ ഡിസ്ക്രൈബ്സ് ഹൗ ദ കാർബൺ ആറ്റംസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ആറ്റംസ്, ഹൗ ദ കാർബൺ ആറ്റംസ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ റീച്ചസ് ഇൻ ടു ദി എർത്തിൽ എങ്ങനെ എത്തുന്നു, ആൻഡ് ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ, തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെ അത് തിരിച്ചു പോകുന്നു. അതായത് അറ്റ്മോസ്ഫിയറിന് എർത്തിലെത്തുന്നു, എർത്തുനിന്ന് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ സൈക്കിൾ അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. യു ക്യാൻ സീ എ പിക്ചർ ഓഫ് കാർബൺ സൈക്കിളിൻ്റെ ഒരു പിക്ചർ കാണാൻ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം എന്താണ് കാർബൺ സൈക്കിൾ. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ചാനൽ, അതായത് ജസ്റ്റ് കെമിസ്ട്രി ക്ലാസ് എന്ന് പറയുന്നത് വെറുതെ മാർക്ക് കിട്ടുക എന്ന് മാത്രമല്ല, ദ എയിം ഇസ് 100% മാർക്ക് വിത്ത് പ്രോപ്പർ ബേസ് വേണം. നമുക്ക് എന്തറിഞ്ഞിരിക്കണം അതിലെന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എക്സാമിന് അതിനെ റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങളുടെ കയ്യിൽ ആൻസർ വേണം. അതുകൊണ്ട് കാർബൺ സൈക്കിളിനെ കുറിച്ചിട്ട് ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒരു 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. സോ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് കാർബൺ സൈക്കിൾ ഹിയർ. കാർബൺ സൈക്കിളിൽ പ്ലാൻ യൂസ് കാർബൺ ഡയോക്സൈഡ്, സൺലൈറ്റ് ആൻഡ് വാട്ടർ ടു മേക്ക് ദെയർ ഓൺ ഫുഡ്. നമുക്കറിയാം പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡും സൺലൈറ്റും വാട്ടറും വെച്ചിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ദെയർ ഓൺ ഫുഡ്, അവർ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് പ്രോസസ് എന്താ പ്രോസസ് എന്ന് പറയാം? ഫോട്ടോസിന്തസിസ്. ദ കാർബൺ ബിക്കംസ് പാർട്ട് ഓഫ് പ്ലാന്റ്. അപ്പോൾ ആ കാർബൺ എന്താവും? പ്ലാന്റിൻ്റെ ബോഡിയിലൊക്കെ ഉണ്ടാവും. പ്ലാന്റിൻ്റെ അല്ല, നമ്മുടേതെയും ആനിമൽസിൻ്റെ ഒക്കെ ബോഡിയിലുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ട് ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പ്ലാന്റിന് ആരാ കഴിക്കുന്നത്? ആനിമൽസ് ആണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. സോ കാർബൺ ബിക്കംസ് എ പാർട്ട് ഓഫ് പ്ലാന്റ്. കുറച്ച് കഴിഞ്ഞ് എന്ത് പറ്റും? ആസ് ദേ ഡീക്കേ, അവർ ഡൈ ചെയ്യും, എന്നിട്ട് അവർ ഡീക്കേ ചെയ്യും, ബറി ചെയ്യും അല്ലേ? സോയിലിൽ തന്നെ ഡീക്കേ ചെയ്തു, ബറി ചെയ്തു, എന്നിട്ട് അവർ ഫോസിൽ ഫ്യൂവലായിട്ട് മാറും. എന്തായിട്ട് മാറും? ദേ ആർ കൺവേർട്ടിങ് ഇൻ ടു ഫോസിൽ ഫ്യൂർ. കുറേ മില്യൺ ഓഫ് ഇയേഴ്സിൽ അവർ ഫോസിൽ ഫ്യൂറായിട്ട് മാറും. When human burn fossil fuel, most of the carbon quickly entered the atmosphere as carbon dioxide. അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്സ് ഈ ഫോസിൽ ഫ്യൂവൽ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ആ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്താണ്. അങ്ങനെ എല്ലാ ലൈഫിലും, അതായത് ഹ്യൂമൻ ബീയിങ്സ് കാർബൺ കണ്ടന്റ് പ്ലാന്റ്സ് നിന്ന് നമ്മൾ പ്ലാന്റ് ഒക്കെ കഴിച്ചു, നമ്മുടെ ബോഡിയിലും കാർബൺ ഉണ്ട്. ഈ കാർബൺ എന്ത് ചെയ്യും? നമ്മളൊക്കെ ഡീക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ കാർബൺ നമ്മൾ എന്താ ഇപ്പം ഫോസിൽ ഫ്യൂവൽ പോലെ ആനിമൽസ് ആണെങ്കിലും എല്ലാവരും എല്ലാവരും ഫോസിൽ ഫ്യൂവൽ പോലെയായി. അത് തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് എത്തി. അത് ഫോസിൽ ഫ്യൂവൽ കത്തിക്കുമ്പോൾ വീണ്ടും കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ അവിടെ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രശ്നമില്ലാതെ ആ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പം എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? എന്താണ്
ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റി പറയണം. ഞാൻ പറഞ്ഞു ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു കുഞ്ഞു ഷോർട്ട് പാരഗ്രാഫായിട്ടാണ് തന്നത്, പക്ഷെ അത് വായിക്കുമ്പം നമുക്കും തോന്നി എന്താന്നുള്ള. അപ്പോൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. സോ വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സണ്ണിൻ്റെ റേസ് അല്ലേ, സണ്ണിൻ്റെ റേസ് നല്ല ഹോട്ട് റേസ് ആണ് വരുന്നത്. ഈ റേസിനോടൊപ്പം UV റേസ്, അൾട്രാവയലറ്റ് റേഡിയേഷനും ഇൻഫ്രാറെഡ് റേഡിയേഷൻസും നമ്മുടെ എർത്തിലെത്തും. അപ്പം ഇത് എത്തിക്കഴിഞ്ഞാൽ ഈ കുറച്ച് ഗ്യാസസ് ഉണ്ട്, അവരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ഓസോൺ ഉണ്ട്, അങ്ങനെ കുറേ ഗ്യാസസ് ഉണ്ട്. നമ്മളെല്ലാവരും ഇന്ന് പറയുന്നില്ല കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വരുന്ന IR റേഡിയേഷൻസ് ഇത് നല്ല ഹീറ്റ് റേഡിയേഷൻസ് ആണ്. ഇത് ഭൂമിയിൽ, അതായത് നമ്മുടെ എർത്തിൽ വെച്ച് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവുക ചെയ്യുക. ആ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അതായത് വെൻ ദി ആർ റിഫ്ലക്റ്റിംഗ് ബാക്ക് ഫ്രം ദി അറ്റ്മോസ്ഫിയർ, ദി എർത്ത്, these IR radiations are trapped by the infrared rays. Trapped by the greenhouse gases. അതായത് from the sunlight we are getting along with the sun rays, UV rays and ultraviolet radiations, infrared radiations are reaching on the earth atmosphere. When these infrared radiations are passing after reflecting from the earth, these greenhouse gases trap these IR റേഡിയേഷൻസ്, ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ എർത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ എർത്ത് ഭയങ്കര തണുത്ത് നിൽക്കുന്ന ഒരാളായിപ്പോൾ നമുക്ക് ഈ ഗ്യാസസ് ഒന്നും ഇല്ലെങ്കിൽ ഈ വരുന്ന റേഡിയേഷൻ അപ്പം തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് വളരെ ഫ്രോസൺ ആയിട്ടുള്ള ഒരാളായിപ്പോവും. അത് അല്ലാതെ നമുക്ക് പറ്റുന്ന നല്ലൊരു ക്ലൈമറ്റ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് പറ്റുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഈ വരുന്ന റേഡിയേഷൻസിന്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ല നമുക്ക് ചൂട് തരുന്ന റേഡിയേഷൻ, ഈ റേഡിയേഷൻ തിരിച്ചു പോകുമ്പോൾ അവരങ്ങനെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കും. എല്ലാവരും അല്ല, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ അവർ ട്രാപ്പ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിലുണ്ട്, ആ അറ്റ്മോസ്ഫിയറിലുള്ളത് ട്രാപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അപ്പോൾ കണ്ടില്ലേ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, അതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഇങ്ങനെ ഈ വരുന്ന റേഡിയേഷൻ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? നമ്മുടെ ഇവിടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര തണുത്ത് ഫ്രോസൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ഓസോൺ, അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ എർത്തിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിട്ട് പണിയുന്നതാണ് ആര്? ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വി ആർ ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഗ്യാസുകൾക്ക് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുക. എന്താണ്? വി ആർ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. എങ്ങനെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മൾ ശ്വാസം വിട്ടിട്ടാണോ ഇൻക്രീസ് ചെയ്യുന്നത്? ശ്വാസം, റെസ്പിറേഷൻ ഒന്ന്. അപ്പോൾ ശ്വാസം വിടാതിരിക്കാൻ പറ്റും? അതല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് സർഫേസിൽ, അതായത് സറൗണ്ടിങ്സിൽ കൂട്ടുന്നത്. കാരണം ഒരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഇവർ വാങ്ങുന്നു, തിരിച്ചങ്ങോട്ടേക്ക് എത്തുന്നു. പക്ഷേ ഇപ്പം ഹ്യൂമൻ ബീയിങ്സ് പണ്ടത്തെ കാലം പോലെയല്ല. എല്ലാവരുടെ വീട്ടിലും ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു 2 to 3 വെഹിക്കിൾസ് ഉണ്ടാവും. ഈ വെഹിക്കിൾസ് എന്നൊക്കെ പുറത്തേക്ക് വിടുന്നത് എന്താ? വെറുതെ ഓടുകയല്ലല്ലോ ചെയ്യുന്നത്. ഫ്യൂവലുണ്ട്, ഫ്യൂവല് കത്തുകയാണ്. കത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഒരു കാറല്ല, 2 കാറല്ല, വി നോ ദാറ്റ് ഇയർലി നമ്മുടെ കൺട്രിയിലാണെങ്കിലും നമ്മുടെ ഒരു സ്മോൾ സ്റ്റേറ്റിലാണെങ്കിൽ പോലും എത്ര കാറ്, ബൈക്ക്, സ്കൂട്ടേഴ്സ് എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടി. 2, മാക്സിമം സാധനങ്ങൾ എങ്ങനെ കത്തിക്കാം എന്നാണ് നമ്മൾ നോക്കുക അല്ലേ. പ്ലാസ്റ്റിക് ആണെങ്കിലോ വേസ്റ്റ് ആണെങ്കിലോ നമ്മൾ ആവശ്യമില്ലാതെ പണ്ട് നാപ്കിൻ യൂസ് ചെയ്തു, നമ്മൾ കിച്ചണിലൊക്കെ നാപ്കിൻസ് അല്ലെങ്കിൽ കിച്ചൺ ടവൽസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പം ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. നമ്മൾ പണ്ട് ഇലയിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഫോയിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് പറ്റി? നമ്മൾ ആദ്യം ഇലയിൽ ഫുഡ് കഴിച്ച് നമ്മളിപ്പം തെർമോകോൾസിൻ്റെയും പേപ്പർ പ്ലേറ്റ്സും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഫൈനലി വി ആർ ഗോയിങ് ടു ബേൺ ഓൾ ദീസ്. ബേൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഇൻക്രീസിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്ത് എന്ത് പറ്റും? എന്താ പറ്റുക?
ഈ വരുന്ന IR റേഡിയേഷൻസിന് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് ട്രാപ്പ് ചെയ്യും. നേരത്തെ ഒരു മിനിമത്തിൽ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് പറ്റും, കൂടുതൽ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് വിൽ ബി ട്രാപ്പ്. ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഏർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്ത് പറ്റും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് പറ്റും, ചൂട് കൂടാൻ തുടങ്ങി. അതല്ലേ പറയുക, ഓ പണ്ട് ഇത്ര ചൂടൊന്നും ഇല്ലായിരുന്നു, ഇപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? This is because greenhouse gases are increasing. Their level is increasing. As the greenhouse gases are increasing, more and more radiations are trapped. That means the atmospheric temperature is increasing. അതാണ് എന്ത് പറയുന്നത്, നമ്മളിപ്പം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ്. The temperature of our earth is increasing day by day. ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ട് മാത്രമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ടായിക്കൊണ്ടേ. അപ്പം എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. The process of increasing atmospheric temperature due to the increase in the amount of carbon dioxide in the atmosphere is called greenhouse effect. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഡെഫിനിഷൻ അപ്പോൾ മനസ്സിലായി. The process of increasing atmospheric temperature due to the increase in the amount of carbon dioxide in the atmosphere is called greenhouse effect. As a result of greenhouse effect, the average temperature of the earth and atmosphere increases. This is known as global warming. ഇപ്പം എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഉണ്ടാകുന്നത് ഗ്രീൻ ഹൗസിൻ്റെ എഫക്റ്റ് ചെയ്യാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്തിൻ്റെ ടെമ്പറേച്ചർ അങ്ങ് കൂടുകയാണ്. ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ഗ്ലോബൽ വാർമിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഇസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് വാട്ട് ഇസ് ഗ്ലോബൽ വാർമിംഗ്. ഇത് രണ്ടും ഒരു 90% ഒക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ കോൺസിക്വൻസസ്, ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുള്ള ഇനിയിപ്പോൾ പേപ്പർ വായിക്കുമ്പോൾ അറിയണം, ഗ്ലോബൽ വാർമിംഗ് എനിക്കറിയാലോ, അതായത് എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പോലെയല്ല, അതുപോലത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പം ടെമ്പറേച്ചർ കൂടുകയാണ്. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിങ്ങിലാവുന്നുണ്ട് എന്ത് പറ്റും, നമുക്കറിയാം നമ്മുടെ ഏർത്തിൽ നല്ല ഐസ് റീജിയൻസൊക്കെ ഉണ്ട് അല്ലേ, മൗണ്ടൻസിൻ്റെ മുകളിലൊക്കെ ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഈ ടെമ്പറേച്ചർ കൂടുമ്പം ഐസ് എടുത്ത് പുറത്ത് വെച്ച് എന്താ സംഭവിക്കുക, ഫ്രീസറിൽ നിന്ന് എടുത്താൽ അലിയും. ഇതന്നെയാണ് നടക്കുന്നത്. ദ ഐസ്, അതായത് ഐസ് ലെയേഴ്സ് സ്റ്റാർട്ട്സ് ടു മെൽറ്റ്. ഐസ് മെൽറ്റ്, അപ്പോൾ നമ്മൾ മൗണ്ടനിലെ മുകളിൽ ഐസ് മെൽറ്റ് ചെയ്ത് നമുക്കിപ്പോൾ എന്താ അല്ലേ, ആസ് ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്തെയും ഫ്ലോ, ഈ ഐസ് പതിയെ മെൽറ്റ് ചെയ്തിട്ട് റിവറിലെ അല്ലെങ്കിൽ ഓഷ്യനിലേക്കോ സീയിലേക്കോ എത്തിക്കൊണ്ടിരുന്നതാണ്. നമ്മളങ്ങ് വേഗം ചൂടാക്കേണ്ടതുണ്ട് ഗ്ലോബൽ വാർമിംഗ് വഴി. അപ്പോൾ എന്ത് പറ്റും, ഐസ് വേഗം മെൽറ്റ് ചെയ്യും, ഓഷ്യനുകൾ നിറയാൻ തുടങ്ങും അല്ലേ, ഓഷ്യനിലെ ലെവൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഓഷ്യൻ ഐലൻഡ്സ് ഉണ്ടാവും. ഐലൻഡ്സ് പറഞ്ഞാൽ എ പ്ലേസ് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ വാട്ടർ എന്നാണ് ഐലൻഡ് എന്ന് പറയാം. ഓഷ്യൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻസിനാൽ ചുറ്റപ്പെട്ട അല്ലേ, ഒരു പെർട്ടിക്കുലർ ലാൻഡ് വിൽ ബി സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്. അപ്പോൾ ഈ ഐസുകൾ മെൽറ്റ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻ, ഈ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഈ ഓഷ്യൻ ഐലൻഡ് സ്റ്റാർട്ട് ടു സബ്മേർജ്. അവരെന്ത് ചെയ്യും, ഇപ്പം തന്നെ കുറേ ഐലൻഡുകൾ ഇങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ കൊണ്ട് ഐലൻഡുകൾ കാണാതെ ആയിക്കൊണ്ടിരിക്കുക എന്നാണ് റിപ്പോർട്ട്. ബിക്കോസ് വെള്ളം കയറി ആ ഐലൻഡ് ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ സോ ഓഷ്യൻ ഐലൻഡ് സ്റ്റാർട്ട് ടു സബ്മേർജ്. പിന്നെ ദ ഐസ് ലെയർ സ്റ്റാർട്ട്സ് ടു മെൽറ്റ്, റിവേഴ്സ് ഫ്ലഡഡ് ആവും. പിന്നെ നമ്മുടെ ഫീൽഡ് ഓഫ് എഗ്രികൾച്ചർ വിൽ ബി സബ്മേർജ്. എന്ത് പറ്റും, എഗ്രികൾച്ചറിൻ്റെ ഫീൽഡൊക്കെ എന്ത് പറ്റും, ഒക്കെ നശിച്ചുകൊണ്ടിരിക്കും ഈ വെള്ളം കയറുമ്പോൾ. ആൻഡ് ദ കോസസ് ഓഫ് റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടും. ഇതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കോൺസിക്വൻസസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും അടുത്ത്, വാട്ട് ആർ ദ മെഷേഴ്സ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആസ് എ ഹ്യൂമൻ ബീങ്, വാട്ട് വി ക്യാൻ ഡു ടു പ്രിവെൻറ്റ് ദ ഗ്ലോബൽ വാർമിംഗ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ, അതായത് യൂസ് ലെസ് വെഹിക്കിൾസിൻ്റെ യൂസേജ് കുറയ്ക്കുക മാക്സിമം. അതായത് ബസ്സിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ബസ്സിൽ പോവുക, ചെറിയ ദൂരം നടക്കാൻ പറ്റുന്നതാണെങ്കിൽ നടക്കുക. ഒരു വീട്ടിൽ നിന്ന് 2-3 വെഹിക്കിൾ എടുക്കാതെ മിനിമത്തിൽ ഒരു 1 വെഹിക്കിളിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ സൈഡിൽ നിന്ന് പറ്റും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. പേർച്ചേസ് റെഡ്യൂസ് ചെയ്യുക, ആവശ്യമില്ലാതെ പേപ്പർ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ പണ്ട് തുണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അല്ലേ, കിച്ചണിലൊക്കെ തുടയ്ക്കാനും ഇതിനൊക്കെ. ഇപ്പം എന്തായി, നാപ്കിൻസ്, അതായത് നാപ്കിൻസ് യൂസ് ചെയ്യുന്നത് ഇപ്പം എന്തായി, നമ്മൾ അതിന് പകരം ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, ഫോയിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി, ഇല ഉപയോഗിക്കേണ്ട അടുത്ത് ഫോയിൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ അപ്പം റെഡ്യൂസ് ചെയ്യുക, അങ്ങനെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ പേപ്പർ കപ്സ്, ചായ വാങ്ങാം, പേപ്പർ കപ്സ് ഷോപ്പുകളിൽ പോയി അപ്പം നമുക്ക് കിട്ടും പാക്ക് ചെയ്തിട്ട് നല്ല നമുക്ക് എപ്പോഴും നല്ല കവേഴ്സ് കിട്ടണം. എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മൾ പോവാൻ നമ്മുടെ കയ്യിലൊരു ക്ലോത്ത് ബാഗ് അല്ലെങ്കിൽ പേപ്പർ ബാഗ് കൊണ്ട് നടക്കുക ബെറ്റർ. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ വാങ്ങുന്ന സാധനം അതിൽ കളക്ട് ചെയ്യുക, തിരിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് ബുദ്ധിമുട്ടില്ല, ഏർത്തിന് ബുദ്ധിമുട്ടില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല. സോ റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പേപ്പർ ബാഗ്സ് ആണെങ്കിലും ഇതാണെങ്കിൽ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുക, വെറുതെ കൊണ്ട് കളയാതെ. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ. ഇപ്പം ഞാൻ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സ് കത്തിച്ച് കളയാതെ അതെടുത്ത് പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാം. നമുക്ക് അത് യൂസ് ചെയ്യാം. പേപ്പർ ബാഗ്സ് ഒക്കെ ഇപ്പോൾ പല ടെക്നിക്സിലും പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ മതി പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാം. അപ്പോൾ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, ഇറ്റ്സ് എ 1 മെത്തേഡ്. സെക്കൻഡ് വൺ, ലിമിറ്റ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞ പെട്രോൾ, ഡീസൽ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ യൂസേജ് കുറയ്ക്കുക, കത്തിക്കുന്നത് കുറയ്ക്കുക. അപ്പം തന്നെ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കുറഞ്ഞോളും. നെക്സ്റ്റ് വൺ തന്നെ ചേഞ്ച് ലൈറ്റ്. നമ്മൾ പണ്ട കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ബൾബൊക്കെ ഒഴിവാക്കിയിട്ട് പറ്റുമ്പം പതിയെ CFL ലൈറ്റ്സിലേക്ക് യൂസ് ചെയ്യുക. CFL ലൈറ്റ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ലൈറ്റ് കൊണ്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ടൊക്കെ ഏർത്തിലെത്തുന്നത് കുറയും. പിന്നെയെന്ന് പറഞ്ഞാൽ ടേൺ ഇലക്ട്രോണിക് ഡിവൈസസ്. മാക്സിമം ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്തിട്ടൊക്കെ, ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഈ പറയുന്ന നമ്മൾ പോലും ആ ഫാനല്ല അവിടെ കറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. ബട്ട് ഓൾവേസ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. ഗ്ലോബൽ വാർമിംഗ് ഇസ് ബിക്കമിങ് എ ബിഗ് പ്രോബ്ലം ടു അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. സോ ദീസ് ആർ സം ഓഫ് ദി മെഷേഴ്സ് വിച്ച് വി ക്യാൻ ടേക്ക് ടു പ്രിവെൻറ്റ് ഗ്ലോബൽ വാർമിംഗ്. പ്രിവെൻറ്റ് അല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞ? ഗ്രാഫീൻ, അതായത് കുറച്ച് എലോട്രോപ്സ് പറഞ്ഞു, ഗ്രാഫീനും ഫുള്ളറീനെയും പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, യൂസസ് പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഗ്രീൻ ഹൗസിലേക്ക് വന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ്, അതെന്താ ഇവിടെ ചെയ്യുന്നത്, എന്താണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, എന്താണ് ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ കോൺസിക്വൻസസ് ആൻഡ് അതിന് ഹൗ വി ക്യാൻ റിഡ്യൂസ്. ഇത്രയും കാര്യം ഇതൊക്കെ വേണമെങ്കിൽ ഒരു 5 മാർക്കിന് ചോദിക്കുക. ഇപ്പം മനസ്സിലായല്ലോ കാര്യം. അപ്പം ഇനി നിങ്ങൾക്ക് പോയിൻ്റാക്കി നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതല്ലേ ഉള്ളൂ. അപ്പം നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കായിട്ട്. സോ ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം, ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി.